വൃത്തിയാക്കാൻ പോച്ച പറയാൻ കേട്ടോ. ഒത്തിരി പോച്ചയായി. പണി കിട്ടി വീണ്ടും. ഞാൻ കുറേശ്ശെ ഇന്നങ്ങ് പറിക്കട്ടെ. പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോച്ച പൊച്ച പൊച്ച. അപ്പോൾ ഇന്ന് മുറ്റം വൃത്തിയാക്കാണ് ഞാൻ കേട്ടോ. മുറ്റം വൃത്തിയാക്കാണ്. എത്ര പറിച്ചാലും ഇങ്ങനെ അങ്ങോട്ട് പോച്ചക്കുട്ടന്മാരെ വളർന്ന് കയറിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ പോച്ചയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വളർന്നങ്ങോട്ട് കാട് കയറുകയാണ്. അവർ നോക്കിയപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നു. പോച്ചക്കുട്ടന്മാരെ നോക്കിയപ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പോഴവരങ്ങോട്ട് പടർന്ന് പന്തലിച്ചങ്ങോട്ട് കയറുവാണ് കേട്ടോ. പടർന്ന് പന്തലിച്ചങ്ങോട്ട് കയറുകയാണ്. ഇച്ചിരി ഒരു റിസ്ക്കുള്ള പണിയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കണം. ഇരിക്കാനും വയ്യാലും ഭഗവാനെ. അയ്യോ, കുത്തിയിരിക്കാൻ ഒക്കത്തില്ല കേട്ടോ. നമ്മൾ വണ്ണമുള്ളവരുണ്ടല്ലോ, വണ്ണമുള്ളവർക്ക് ഇങ്ങനെ കുത്തിയിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഇന്ന് കാലിൻ്റെ മസിൽ കയറി പിടിച്ച ദിവസമാണ്. വലത്തെ കാലിൻ്റെ മസിൽ കയറി പിടിച്ചു. എൻ്റെ പൊന്നെ, എന്തൊരു വേദനയായിരുന്നെന്ന് അറിയോ കേട്ടോ. ഉരുണ്ട് കയറത്തില്ലേ എൻ്റെ പൊന്നമ്മച്ചിയെ. ഞാൻ കാറി കൂടി. നമ്മൾ തടവുന്ന ഭാഗത്തല്ല വേദന വരുന്നത്. അയ്യോ, അപ്പോഴും മരിക്കുന്ന ഒരു വെപ്രാളം നമുക്ക് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉരുണ്ട് കയറ്റം ഉണ്ടോ? എനിക്ക് ഫുൾ ഉരുണ്ട് കയറും കേട്ടോ. കാല് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ തണുപ്പിനകത്ത് നിൽക്കുമ്പോഴാണോ അതിങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് സമയം നിൽക്കുമല്ലോ, അതുകൊണ്ടാണോന്നും അറിയത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ അടുക്കള ഇങ്ങനെ നിപ്പല്ലേ, നേരം വെളുത്താൽ ഒരു സമയം വരെ നമ്മൾ നിൽക്കുമല്ലേ, അതായിരിക്കാം അല്ലേ. അതായിരിക്കാം കൂട്ടുകാരെ, അതായിരിക്കാം. പോച്ച എനിക്ക് എന്നോട് എന്തോ ഭയങ്കരമായിട്ട് കേട്ടോ. ഇങ്ങനെ അതെല്ലാം ഇങ്ങനെ കിളർത്ത് വരുന്നേ. പോച്ചയ്ക്ക് എന്നോട് ഇത്രയും ദേഷ്യമുണ്ടോ? ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പോച്ചയ്ക്ക് എന്നോട് എന്തോ വൈരാഗ്യം ഉണ്ട് കേട്ടോ പിള്ളേരെ. ഈ മെറ്റലിൻ്റെ പുറത്തേ ഇങ്ങനെ പോച്ച ഇങ്ങനെ ആയാൽ ഭയങ്കര പാടാട്ടോ. അല്ലെങ്കിൽ പിന്നെ മഴയും വേണം. മഴയത്താണെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് വരും കേട്ടോ. മുടിയൊക്കെ അഴിഞ്ഞു പോകും. ഞാൻ വെച്ചിട്ട് കാർക്കൂന്തൽ അഴിഞ്ഞു പോകുന്നു. കാർക്കൂന്തൽ അഴിഞ്ഞു പോകുന്നു കൂട്ടുകാരെ. കാർക്കൂന്തൽ കുത്തി നമ്മളതിന് ചാഞ്ഞും ചരിഞ്ഞും കാണുന്നുണ്ട്. ചാഞ്ഞും ചരിഞ്ഞും കിടന്നും ഒക്കെയാണ് ഞാനിവിടെ ഇങ്ങനെ പോച്ച വരയ്ക്കുന്നത് കേട്ടോ. അല്ലാത്ത ഗതികേടായി പോച്ചടി കേട്ടോ. നമുക്ക് ദേഷ്യം വരും കേട്ടോ. ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇതൊക്കെ എങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അല്ലാത്ത പാടാണ് കേട്ടോ. വല്ലാത്ത പാടാണ്.
ഒരു പശുവിന് കൊടുക്കാനുള്ള പോച്ചയുണ്ട് കേട്ടോ. ഇത് പറിച്ചാൽ നമ്മുടെ മുറ്റത്തെ പോച്ചേ ഒരു പശുവിന് കൊടുക്കാനുള്ള പോച്ച കാണും കേട്ടോ. സത്യമായിട്ട് വന്നേ. ഈ പോച്ചേ ഒരു പശുവിന് കൊടുക്കാനുള്ള പോച്ച കാണും കേട്ടോ. വരുന്നില്ല. പൊട്ടത്തറയായി കേട്ടോ. പൊട്ടത്തറയായി ഇവിടെ. അകത്തെ പണി മാത്രം ചെയ്തോണ്ടിരുന്നാ മതി. ഇതൊക്കെ പിന്നെ ആര് ചെയ്യുമല്ലേ? അകത്തെ പണി മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ നമ്മളൊന്ന് നോക്കണ്ടേ? മുറ്റമൊക്കെ വൃത്തിയാക്കണം. നമ്മൾ ഇതും കൂടെ ഒക്കെ നോക്കണ്ടേ അല്ലേ കൂട്ടുകാരെ? ഇതും കൂടെ ഒക്കെ നമ്മൾ നോക്കണ്ടേ? നമ്മുടെ വീടിനകം മാത്രം നോക്കിയാൽ മതി നമ്മളല്ലേ? പിന്നെ പാടുണ്ട് കുറച്ചെടുത്തത്. ചില സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മൂഡ് വരും കേട്ടോ. ചില സമയത്ത് മടിയാവും, ഇതൊക്കെ ചെയ്യാൻ മടിയാവും. മഴയാണെങ്കിൽ പെട്ടെന്ന് ഇത് വരും. മഴ സമയത്താണെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ വരും. പറിക്കാൻ എടുക്കും. ഇതിപ്പോ തറഞ്ഞിരിക്കുകയാണ്. പിന്നെ വെള്ളം കോരി ഒഴിക്കണം. വെള്ളം കോരി ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുറേശ്ശ പറിച്ചെടുക്കണം അല്ലേ? എന്താ പോലെ എൻ്റെ കയ്യെല്ലാം പോവാ. അയ്യോ, കയ്യുടെ നഖമെല്ലാം പോന്നു. അത് പാടാ കേട്ടോ. ഇതൊരു ഒന്നൊന്നര പാടാണ്.
നാളത്തേക്ക് വയ്ക്കാം, അങ്ങോട്ട് ഒക്കത്തില്ല. നടുവേദന എടുക്കുമ്പോഴോ നടുവെല്ലാം വേദന എടുക്കും. ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോഴേ ഭയങ്കരമായിട്ട് നമുക്ക് നടുവേദനയാണ്. മതിയല്ലേ? മതി മതി. ഇത്രയും പശുവിന് കൊടുക്കാനുള്ള പോച്ച കിട്ടി കേട്ടോ. ഒരു വലിയ പശുവിന് കൊടുക്കാനുള്ള പോച്ച കിട്ടി കേട്ടോ. അവിടെ വെള്ളം കോരി ഒഴിച്ച് നനച്ചിട്ട് അവിടെ പറിക്കണം, അല്ലെങ്കിൽ ഒക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത് നാളത്തേക്ക് വെച്ചിരിക്കണം കേട്ടോ. അത് നമ്മൾ നാളത്തേക്ക് വെച്ചേക്കും. എല്ലാം കൂടെ ഇന്ന് തന്നെ പറിച്ചാലുണ്ടല്ലോ എനിക്ക് പിന്നെ നാളെ എണ്ണിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തോടെ തീർത്തേക്കോ. വെള്ളം കോരി ഒഴിച്ച് ബാക്കി ഇനി പറിക്കാം. പറ്റത്തില്ല കേട്ടോ, പറിക്കാനൊക്കത്തില്ല, ഭയങ്കര പാടാണ്. ഇത്രയും പോച്ച കിട്ടി. ഒരു പശുവിന് കൊടുക്കാനുള്ള പോച്ച കിട്ടിയല്ലേ? മതി. അവിടെ ഇനി ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് ഇങ്ങനെ കുതിർത്തിട്ട് വേണം പറിക്കാൻ. ഇത്രയും ഞാൻ പറിച്ച് എനിക്ക് ഇനി വയ്യ അണയ്ക്കുന്നു കേട്ടോ. സൈഡിലൊക്കെ നിൽക്കുന്നത് അയ്യോ. പറിക്കാൻ ഇന്ന് നമുക്കങ്ങ് പറിക്കും, പക്ഷേ നാളെ എണ്ണിക്കത്തില്ല, നടുവുകൊണ്ട് എണ്ണിക്കത്തില്ല. മതി, ഇത്രയും മതി, ഇത്രയും പോച്ചയാണ് കിട്ടി. പശുവിന് കൊടുക്കാനുള്ള പോച്ച കിട്ടി, മതി കേട്ടോ. അപ്പോൾ നാളെ ബാക്കി നമുക്ക് അത് അത്രയും പറിക്കണം കേട്ടോ. വെള്ളം കുതിർത്ത് വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് നാളത്തെ പരിപാടിയാണ്, നാളെ അത് ചെയ്യാം. ഓക്കെ. അല്ലാത്ത പാടാട്ടോ ഈ മുറ്റത്തെ പോച്ച പറിക്കുന്നത്, ഭയങ്കര ഇതാ. ഈ പോച്ചയ്ക്ക് അറിയത്തില്ല നമ്മൾ കിടന്ന് പാടുവിടുന്നു കേട്ടോ. എനിക്കിങ്ങനെ പണി തന്നുകൊണ്ടേ ഇരിക്കുകയാണ് പോച്ച. അവിടുത്തെ എല്ലാം ഞാൻ വൃത്തിയാക്കി ഒരുവിധം വന്നു. ഇവിടെ ഇനിയും കിടക്കുന്നു കേട്ടോ. വെള്ളം വെച്ച് നന്നായിട്ട് തളിച്ച് പൈപ്പ് വെച്ച് തളിച്ചിട്ട് വേണം ഇത് പറിക്കാൻ, അല്ലെങ്കിൽ അവിടെ കൈയെല്ലാം പോകും. എൻ്റെ കൈയുടെ തോലെല്ലാം പോയി നഖവും. ഈ കൈ വെച്ച് ഞാൻ പറിക്കത്തില്ല കേട്ടോ, ഈ കൈയാണ് വെച്ച് പറിക്കുന്നത്.
നമുക്ക് ചെത്താനും ഒക്കത്തില്ല, ഇത് മെറ്റിലായതുകൊണ്ട് ചെത്തി എടുക്കാനും ഒക്കത്തില്ല. ഇങ്ങനെ പറിച്ച് തന്നെ നമ്മൾ എടുക്കണം. വലിയ പാടാണ് കേട്ടോ. നാളെ ഇനി പറിക്കാതെ, നാളെ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഇട്ടിട്ട് നമുക്കത് പറിക്കാം കേട്ടോ. മതി എനിക്ക്, പയ്യെ എനിക്കിനി. അയ്യോ, അപ്പോഴിത്രയേ ഉള്ളൂ നമ്മുടെ മുറ്റം വൃത്തി കിടക്കുന്നു. ഇനിയും കിടക്കുന്നു കേട്ടോ. ഇത്തിരി പോച്ച ഇങ്ങനെ കുരുകുരാന്ന് പോച്ച വരും കേട്ടോ. അയ്യോ വയ്യേ എനിക്ക്. അപ്പോഴോക്കെ കേട്ടോ.